ഒരാളെയും കൂടെ നമുക്ക് കൂട്ടാനുണ്ട്. ആളെയും കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ആളുടെ പാട്ട് വിശേഷം ചോദിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ രണ്ട് ലെജൻസ് ഇവിടെ ഇരുന്നിട്ട് ഇത് വർത്താനം പറയുമ്പോൾ ഒരു ബാക്ക് ബോണും കൂടെ ഉണ്ട്. ആ ബാക്ക് ബോണിനെ കൂടെ വിളിക്കാം. സാർ വരൂ സാർ, ഇവിടെ നമുക്കൊരു ചേരിടാം. ഇവിടെ ചേരിടാം. നമസ്കാരം സാർ. നമസ്കാരം. ശരിക്കും ഈ ഗായികയെ ഗുരുവായൂർ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ ഈ രണ്ട് ഗായികമാരുടെ ബാക്ക് ബോൺ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം പാട്ട് ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. സാർ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. വേണ്ടി വർക്ക് ചെയ്യണം. അതെ അതെ, വർക്ക് ചെയ്യണം, സാധകം ചെയ്യണം, കുറേ പാടണം. ആ കോവിഡ് സമയത്ത് മനസ്സിലുള്ള പാട്ടുകൾ മുഴുവൻ തുറന്നടിച്ച് പാടി, റൂം ഷട്ട് ചെയ്ത് പാടി, വളരെ ഉച്ചത്തോടെ പാടി. അത് ഞാൻ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. കോവിഡ് സമയത്ത് എല്ലാ ദിവസവും കാലത്ത് റെക്കോർഡിംഗ് ആയിരുന്നു. I think in 1 year 300 songs 550 songs 550 സോങ്സ് തൊട്ട് മോഹന്റെ FB-ലും പല സ്ഥലത്തായിട്ട് പോസ്റ്റ് ചെയ്തു. ഒറ്റ ടേക്ക് കേട്ടോ, സിംഗിൾ ടേക്ക്. അടിപൊളി. ഒരു ട്രയൽ ടേക്ക്, ഒരു ട്രയൽ ടേക്ക് അത് മതി നമുക്ക്. ജസ്റ്റ് ഫോണില് എത്ര ചെയ്താലും അത്ര എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ നേരത്തിലുള്ളതല്ലേ ഉള്ളൂ. അല്ല, നമ്മൾ ബാത്റൂം സിംഗേഴ്സിന് ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയാം. അതെ അതെ, നമ്മൾ കുറെ ബാത്റൂം സിംഗേഴ്സ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആഗ്രഹ ഗായകന്മാർ. അതെ, വേണുചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് 3 കാറ്റഗറി: അനുഗ്രഹീത ഗായകര്, അതെ, ആഗ്രഹ ഗായകര്, അത്യാഗ്രഹ ഗായകർ. അതിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെയും ഒരു കടന്ന കൈയുണ്ട് വേറെ. അതെന്താ പറയുമ്പോ മ്യൂസിക്കൽ ടെററിസം. അങ്ങനെയുണ്ട്. അത് എനിക്ക് പുതിയ പ്രയോഗമാണ്, കുറെ കിട്ടണ്ട എനിക്ക്. അയ്യോ, പക്ഷെ കേട്ട് രസിക്കും. വെറുതെ എന്താണ് കുറ്റം പറഞ്ഞ അവരുടെ ആഗ്രഹമല്ല, അവർ പാടിക്കോട്ടെ. അതെ അതെ അതെ, നമ്മൾ എന്തിനാ അടിച്ച് അമർപ്പിക്കണം? ഇല്ലല്ല, അതൊരു അങ്ങനെ എക്സ്പ്രസീവ് ആവുന്നത് നല്ലതാ. അവരുടെ ഉള്ളിൽ അതുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അവർക്ക് അത്രേ പറ്റുള്ളൂ. അതെ അതെ, കുറെ കേട്ട് ചിരിക്കാൻ നോക്ക്. അതെ അതെ, അത് ചിരിക്കാൻ വേണം. ശരിക്കും ഇവർ രണ്ടൊരു വോയിസ് സിമിലാരിറ്റീസ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തായിരുന്നു ശരിക്കും ആസ്വദിച്ചിരുന്നത്? ഇപ്പൊ ശ്വേത പാടുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാടുന്ന വിചാരിച്ചേ ഇല്ല. ഞങ്ങൾ നമ്മൾ രണ്ടുപേരും ശ്വേതയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. ക്രിട്ടിക്. അതെ, അച്ചിക്കാണ്. ഞാൻ പാട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അച്ചി കാരണം. ഒരു പ്രോത്സാഹനമില്ല. ഐ വാണ്ടഡ് ഹർ ടു ഡു IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു അംബാസഡർ ഒക്കെ ആയിട്ട് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. മോഹൻ, ഇത് മലയാളം ചാനലാണ്, ആഗ്രഹം പറയാനല്ല. അതുപോലെ ഒരാൾ പാട്ടുകാരി ഉണ്ട്. അതെ, ഒരു പാട്ട്. പിന്നെ ഞാൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തത് ദീപക് ദേവിന്റെ ഇതിൽ പോയിട്ട് സുജോൻ എന്തോ ഒരു ട്രാക്ക് പാടാൻ പോയിട്ട് ദീപക് ദേവ് പിന്നെ ഞങ്ങളോട് വിളിച്ച് പറയണു, അതൊന്നും അല്ല, ശ്വേതയ്ക്കാണ് പാട്ട്, ഷീ ഈസ് ആൻ എക്സലന്റ് സിംഗർ, യു ഹാവ് ടു മേക്ക് ഹർ എ സിംഗർ, നോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ മാറ്റി പിന്നെ ഒന്നും കൂടെ ദീപു ചേട്ടനാണ്. ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് അപ്പ്. പിന്നെ ബിന്നി കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പഠിക്കാനൊക്കെ തുടങ്ങി, ക്ലാസിക്കൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെ പാട്ടൊക്കെ ഗംഭീരാക്കി. പിന്നെ സഡൻലി ഷീ ചേഞ്ച് ദ ലൈൻ. പിന്നെ അഫ്കോഴ്സ് now that she is already an established playback singer in the field, on the top, പറയാം ഹാപ്പി. ഇപ്പൊ എല്ലാവരും വിളിക്കുന്നുണ്ട് ശ്വേത എന്നുള്ളതും പതിവായി വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവർക്ക് അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ? പതിവായി അതൊരു പോയിന്റ് ആണ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് കൊടുക്കണൊക്കെ ശരി, രണ്ടാമതും ശരി, വല്ലവരുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് തന്നെ വിളിക്കുള്ളൂ. ആരും അവരുടെ പാട്ടുകളെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കില്ല. എന്തായാലും നടക്കില്ലല്ലോ, കാരണം ഇവരൊക്കെ ലെജൻസ് ആണ്. അപ്പൊ എന്തായാലും പിന്നെ ചേച്ചി ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ സ്വയംവര ചന്ദ്രിക അന്നൊരു ബ്രേക്ക് ആയിരുന്നു. ജയചന്ദ്രൻ സാറിന്റെയും ചേച്ചിയുടെ വോയിസ്, അത് ശരിക്കും അറിയാവോ? ആ ഒരു കാലം എനിക്ക് തോന്നുന്നു. അപ്പോഴേ എന്തായിരുന്നു ശ്വേത, എത്രയായിരുന്നു പ്രായം? 10th സ്റ്റാൻഡേർഡ്. അതൊരു ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. എന്നുവെച്ചാല് നമുക്കിപ്പോഴും വെസ്റ്റേൺ വിത്ത് സ്ട്രോങ് മെലഡി. പാട്ടിന്റെ അതിന്റെ ഒരു ആ പിച്ചിങ് ഒക്കെ ഇല്ലേ, തുടക്കം നമുക്കൊന്നും നമ്മളൊക്കെ ഇങ്ങനെ ബാത്റൂമിൽ അനുകരിച്ച് നോക്കുമല്ലോ ചില പാട്ടുകൾ. അപ്പൊ അതങ്ങനെ വീഴില്ല അവിടെ, മനസ്സിലായോ? അങ്ങനെയല്ല,
ട്രിക്കിയാണ്. അതെ, ഭയങ്കര തുടങ്ങുന്ന ലൈൻ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഈസി ആയിട്ടാണ്, നമ്മളത് പാടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന അയ്യോ ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഗതിയല്ല ദീപക് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കില്ലേ. അത് ഭയങ്കര രസമായിരുന്നു. ദീപക് എങ്ങനെയായിരുന്നു? കാരണം അന്ന് വന്നതിൽ ഇപ്പോൾ ബിജി പാൽ വരെ ഒരു ഗണത്തിലെടുത്താൽ ദീപക് ദേവ് വേറൊരു ഗണത്തിലുള്ള ഒരാളാണ്. പുതിയതിനെ കുറച്ചുകൂടെ ചേർത്ത് വെച്ചിട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുതുതലമുറക്കാർക്കെല്ലാം ദീപകിനെ കണ്ടാണ് അവരൊക്കെ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നുള്ള പലരും ദീപക് ദേവിനെ കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത്. ഈ സുഷിൻ ശ്യാംവര ദീപക് ദേവ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ എത്രയോ കണ്ടേക്കണോ ദീപു ചേട്ടന്റെ സ്റ്റുഡിയോയില്. അതെ, ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇപ്പോഴും സുഷിന്റെ അടുത്ത് സുഷിൻ ഇപ്പൊ കണ്ണിൽ വിടരും ആ പാട്ടിനൊക്കെ വിളിച്ചപ്പോ ഞാൻ സുഷിനെ മ്യൂസിക് ബട്ട് ഹീസ് അമേസിംഗ്. സുഷിൻ ഓൾസോ ഇസ് അമേസിംഗ്. സോ ദീപകിനെ കുറിച്ച് പറയൂ. ദീപക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അച്ചി പറഞ്ഞ പോലെ തന്നെ ദീപു ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഫസ്റ്റ് സോങ് എന്ന് പറയണത് ഒരു സിംഗർ, ഒരു ബഡ്ഡിങ് സിംഗറിന് നമ്മളിങ്ങനെ പല ഡ്രീംസ് ഇങ്ങനെ വെച്ചുകൊണ്ട് പാടുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു കമ്പോസറാണ്, ഒരു ഇതും വെക്കാതെ ഒരു വെയിറ്റ് ഒന്നും ഇടാതെ അത്ര സ്വീറ്റ് ആയിട്ടാണ് എന്നെ റെക്കോർഡ് ചെയ്തത്. എനിക്കറിയാം, എനിക്കൊരു കാതുണ്ടല്ലോ, നമുക്കൊരു കാതുണ്ടല്ലോ, നമ്മൾ ആ ക്വാളിറ്റി കാതിലുണ്ട്. പക്ഷെ നമ്മൾ പാടുമ്പോ ആ ഒരു എത്തുന്നില്ലാന്ന് എനിക്ക് തന്നെ അറിയാം. സോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ ദീപു ചേട്ടൻ എത്രത്തോളം സ്വീറ്റ് ആയിട്ട് പേഷ്യൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അത് ഭയങ്കര സന്തോഷമായിരുന്നു ദീപു ചേട്ടന്. കാരണം അമ്മേനെ ഭയങ്കര ഫാനാണ് ദീപു ചേട്ടൻ. ദീപുവിന്റെ ഫസ്റ്റ് സോങ് ഞങ്ങളാണ് പാടിയത്. സ്വയംവര ചന്ദ്രിക ഫസ്റ്റ് സോങ്. അതെ, ആ പടത്തിലാണ് വരുന്നത്. ദീപു ശിലയിൽ നിന്നും അത് രണ്ടും. അപ്പൊ ദീപുന്റെ അത് കഴിഞ്ഞ് ദീപു ചേട്ടന്റെ ഫസ്റ്റ് മൂവി അത്. അതെ, അത് കഴിഞ്ഞ് ശ്വേത ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോ ദീപുന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അമ്മേനെ വിളിച്ച് ചേച്ചി വരുന്നോ റെക്കോർഡിങ് കാണാന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ അമ്മേനെ കൊണ്ടുവന്ന് അമ്മ കുനിഞ്ഞു വന്ന് കേട്ട് ആ ബൂത്തിന്റെ ഉള്ളി സൈഡിൽ കൂടെ ഞാൻ കുഞ്ഞു ഉള്ളിൽ പോയിരുന്നു. അതേപോലെ തന്നെ സുന്ദരി ഒന്ന് പറയൂ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ സ്പെഷ്യൽ ഒരു സോങ് ആണ് ആരോ നീ ആരോ. കാരണം ദാസമ്മാമയുടെ കൂടെ ഒരു ഡുവറ്റ് എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ അതൊരു വലിയൊരു സംഭവമാണ്. സോ അത് ദീപു ചേട്ടന്റെ മ്യൂസിക്കിൽ ദീപു ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്ന പോലെ ഒരു സോങ് ആണത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്. അലക്സ് പോളിന്റെ സുന്ദരിയെ ചെമ്പകമലരെ ശ്വേതയല്ലേ പാടി? അതെ അതെ, അത് വേറൊരു പാട്ടാണ്. സുന്ദരിയെ ചെമ്പകമലരെ വേറൊരു വിധു ചേട്ടന്റെ കൂടെ, വിധു പ്രതാപിന്റെ കൂടെ. ഈ രണ്ട് പെണ്ണുങ്ങൾ പാട്ടുകാരല്ലാതെ എന്താണ് സാറിന് ഈ രണ്ട് പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അതൊരു നമ്മള് പുറത്തുനിന്ന് കാണുമ്പോ വൈഫ് ആൻഡ് ഡോട്ടർ അല്ല, അതല്ലാതെ പുറത്തുനിന്ന് കാണും. തഗ് പറയാൻ പറഞ്ഞില്ല. തഗ് അല്ലാതെ എന്ത് പറയും? ഈ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം, ഓരോ പുറത്ത് നിന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. ഞാൻ പറയുന്നത് നല്ല നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാർ വീട്ടില് അതിനകത്തൊരു സ്ട്രെസ് ഉണ്ട്. മിക്ക സമയത്തും വീട്ടിലില്ല കേട്ടോ. എന്തോ ഭാഗ്യം നിങ്ങൾ എന്നെ കണ്ടത്. അപ്പോൾ ഞാൻ ബിക്കോസ് ഐ എം എ സ്പോർട്സ്മാൻ. രാവിലെ കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ് വരും. പിന്നെ ഞാൻ വൈകുന്നേരം എൻ്റെ മ്യൂസിക് ഉണ്ട്. ഞാൻ പല സ്ഥലത്തും ചെറിയ ചെറിയ ഫങ്ഷൻസിലൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ പോണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതും ഉണ്ട്. ഓൺലൈൻ പ്രാക്ടീസ് ഉണ്ട്. ഹൗസ് വിസിറ്റ്സ് ഫോർ ദി എൽഡർലി, പാലിയേറ്റീവ്, അങ്ങനത്തെ ചില അല്ല ഫുൾ ടൈം ഹോസ്പിറ്റൽ വർക്കൊക്കെ നിർത്തി ആ കോവിഡ് അടിച്ചതിന് ശേഷം. ഞാൻ എൻ്റെ ക്ലിനിക്ക്, എൻ്റെ നഴ്സിംഗ് ഹോമൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓൺലി ഓൺലൈൻ ആൻഡ് ഗോയിങ് ടു സീ മൈ പേഷ്യൻസ്, ഓൾഡ് പേഷ്യൻസ് ഹു വാണ്ട്സ് മീ. അവരെ മാത്രം പോയി കാണും. പുതിയ പേഷ്യൻസിനെ ആരും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രീ ടൈം ആയതുകൊണ്ട് ഇനഫ് ടൈം ഫോർ മൈ സ്പോർട്സ് ആൻഡ് മ്യൂസിക്. അപ്പോൾ അത് വിച്ച് ഐ എൻജോയ് അറ്റ് ദിസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ബിക്കോസ് 70+ ആയി. പക്ഷെ ഈ അന്ന് കണ്ടതിന് ശേഷം, അതായത് അന്ന് ആദ്യം കണ്ട സ്വീറ്റി സുജാതയല്ല ഇപ്പോ. അല്ല, നീ കുറച്ചും കൂടെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ്. യു ആർ ബീങ് മോൾഡഡ് ബൈ യുവർ ഹബി അശ്വിൻ. അവിടുന്നാണ് കൺട്രോൾ മുഴുവൻ. അയ്യോ, കൺട്രോൾ എന്നാണോ പറയണ്ടേ? ഇൻസ്പിറേഷൻ. More level-headed, അല്ലേ? More practical. Grew up together. 13 years കല്യാണമായിട്ട്. കല്യാണത്തിന് മുമ്പേ 9 years അറിയും.
സോ ലിറ്ററലി ഗ്രൂ അപ്പ് ടുഗദർ. സോ അവിടെ നിന്നാണ്. ആദ്യഘട്ടത്തിൽ ഇവര് ഉയർത്തിയ ചെറിയ പ്രതിഷേധമൊക്കെ മറികടന്ന് ഇല്ലേ? അങ്ങനെ മറികടന്ന് വന്നു. പക്ഷെ ആ പ്രേമം ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു? ഏതാ നിഷ്കളങ്ക പ്രേമോ? നിഷ്കളങ്ക പ്രേമം. ഇപ്പം ബിഫോർ ഷീ വാസ് മെച്ചുവർഡ് ഐ വാസ് ഓൾറെഡി ഇത് അമ്മയുടെ കാര്യം. ബിഫോർ ഷീ വാസ് മെച്ചുവർഡ് 17+ ആകുമ്പോൾ ഞാൻ ഇത് ആലോചന വന്ന് ഒരു കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള തീരുമാനം എടുത്തല്ലോ ദാസേട്ടന് എല്ലാവരും, ചെമ്പൈ സ്വാമി എല്ലാവരും കൂടി. അത് കഴിഞ്ഞ പിന്നെ വി വർ വെരി ലൈക്ക് ആ കാലഘട്ടമായിരുന്നു ബെസ്റ്റ് അല്ലേ? ഇഷ്ടം ഇപ്പോഴത്തെ കാലത്ത് ഈ സമയമാണ് ഏറ്റവും ഇഷ്ടം ആക്ച്വലി. കാരണം നമ്മള് വി നോ മോഹൻ എന്താണ്, മോഹന്റെ എല്ലാ നല്ലതും ചീത്തയൊക്കെ നമ്മളത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. എന്നെ മോഹൻ ആക്സെപ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് അയാൾ ആ സമയമാകുമ്പോൾ വിട്ട് ജസ്റ്റ് ലീവ്. പണ്ടൊക്കെ തിരിച്ച് വഴക്കൊടിക്കാൻ നിൽക്കും. എന്തെങ്കിലും ഒന്ന് വഴക്ക് വരുമ്പോഴേക്കും ആഹാ അങ്ങനെ ഞാൻ വിടില്ല ഞാൻ തിരിച്ച്. അപ്പൊ ഇപ്പൊ നമ്മൾ നമുക്ക് ഇപ്പൊ തമ്മിൽ അറിയാം, ഒരു ഏതുവരെയും പോവും. അപ്പൊ അങ്ങനെ വിട്ടുകളയും. ഓക്കെ, ഇതാണ്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് എനിക്ക് ഫോർ മീ ദിസ് ഇസ് ദ ബെസ്റ്റ് പീരീഡ് ഓഫ് മൈ ലൈഫ് എന്നാണ് എനിക്ക്. ഈ കുഞ്ഞു വന്നതിന് ശേഷം ചേച്ചിക്ക് ഭയങ്കര രസമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചേച്ചി ചിലപ്പോ മാത്രം എനിക്ക് പാടാൻ എനിക്ക് നമുക്ക് വോയിസ് ഫുൾ ടൈം നോക്കാൻ പറ്റുന്നില്ല. നമ്മൾ മോളുടെ അടുത്ത് ഒരു കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് 24 hours സംസാരമാണ്, സംസാരിച്ചുകൊണ്ട്. ഇവള് പാവം പാടുന്ന ആളല്ലേ, അതുകൊണ്ട് ഇവളെ അധികം നമ്മൾ വോയിസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ ബുക്ക് വായിച്ചു കൊടുക്കുക, കഥ പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും അയ്യോ എനിക്ക് പാടാൻ എനിക്ക് വോയിസ് ഒക്കെ നോക്കണ്ടേ എന്നുള്ളത് ചിലപ്പോൾ തോന്നും. പക്ഷെ അല്ലാത്ത സമയത്ത് ദൈവം ഇത്രയും ഒരു ബ്ലെസ്സിങ്. ഇതൊരു ശരിക്കും ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞോണ്ട് മെജിഷ്യൻ, നമുക്കൊരു മാജിക് നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. അത് നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ ഞാൻ എന്തൊക്കെ ശ്വേത കൊച്ചിലെ ഞാൻ മിസ് ചെയ്തു അതൊക്കെ ഞാനിപ്പോൾ എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും ഇൻഫാക്ട് മോഹനും അതെ. പക്ഷെ അവള് കൂടുതലും എൻ്റെ അടുത്താണ് കൊഞ്ചി. മോഹൻ രാത്രി എൻ്റെ അടുത്ത് കൊഞ്ചി അവളെ കഴിക്കുമ്പോൾ വരും, അപ്പൂപ്പ കൊഞ്ചാൻ വരും അവളുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഐ തിങ്ക് അത് കിട്ടിയില്ലെങ്കിൽ കുറച്ചൊരു അസൂയം വരുമല്ലേ? അതെ അതെ, അത് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്കറിയാം. ഇപ്പൊ ഞാൻ തന്നെ ഇടയ്ക്ക് വീട്ടിൽ പോകുമ്പോ ഉണ്ടല്ലോ, എന്റെ മോളിപ്പോ 1 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അവൾ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, ആരെന്നൊക്കെ ചോദിക്കും. ഞാൻ അച്ഛനോ ഇടയ്ക്കലേ കാണുന്നു. അതെ, അതുമല്ല ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് വെട്ടിക്കിടക്ക് എടുക്കൂലേ. ഞാൻ പറഞ്ഞു, എടാ നിന്റെ അച്ഛനാടാ പറയണ, അതേപോലെ പറയേണ്ടി വന്നു. അതെനിക്കറിയാം. അപ്പൊ അസൂയ വരും നമുക്ക്, ശരിക്കും അസൂയ വരും. കാരണം അവളോട് ഭയങ്കര സ്നേഹമാണ്. അത് കാണുമ്പോഴത്തേക്ക് ഇത് ജോലി ഇതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങ് പോരാൻ തോന്നില്ല. അങ്ങനെ ഒരു സാധനം തോന്നും. ഞാൻ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മാതിരി ഇത് മറികടന്ന് ഇപ്പോൾ നമ്മൾ ഇത് കേട്ടില്ലേ, അതായത് പ്രേമം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇത് എങ്ങനെയാണ് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ശ്വേത? കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് നാച്ചുറലി അത്രത്തോളം റെസ്പെക്റ്റും ആദ്യം ഒരു റെസ്പെക്റ്റ് ആണ് എനിക്ക്. കാരണം അത്രത്തോളം എനിക്ക് വേണ്ടി അത്രത്തോളം ഇങ്ങോട്ട് ഇഷ്ടമുണ്ട്. സോ ആ ഒരു അത്രത്തോളം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഒരുപാടുണ്ട്. സോ അതാണ് മെയിൻ ഉള്ളത്. സോ ഓട്ടോമാറ്റിക്കലി ലവ് ഇസ് ഓൾവേസ് ദെയർ. സോ ഒരു ആരാധനയാണ് ഫസ്റ്റ് എല്ലാവർക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അശ്വിൻ നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇത് വരുമ്പോഴും അശ്വിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് നമുക്ക് മനസ്സിൽ വരില്ല. കാരണം കറക്റ്റായിട്ട് എല്ലാ അതിൻ്റെ മൈനസസും പ്ലസ്സും എല്ലാം ആലോചിച്ചിട്ട് കറക്റ്റായിട്ടൊരു പ്രാക്ടിക്കലായിട്ടൊരു ആൻസർ കിട്ടും. ഞങ്ങളൊക്കെ ഇമോഷണലി തിങ്ക് ചെയ്യണവരാണ്, ഞാനും മോഹനും ഒക്കെ. പക്ഷെ അശ്വിൻ അത് പ്രാക്ടിക്കലായിട്ട് കറക്റ്റ് ആയിരിക്കും പറയണത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ശ്വേത ഒരു പാട്ട് ചെയ്തിട്ട് ഇപ്പോൾ വയനാടിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പാട്ട് മാറ്റി വെച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണോ അത് നീക്കി വെച്ചത്? കളർഫുൾ ആയിട്ടൊരു പാട്ട് വിഷുവിലൊക്കെ കളർഫുൾ ആയിട്ട് ചെയ്യാൻ രണ്ടുപേരും ഉണ്ട്. ഞാനും അമ്മയും ചേർന്ന് ഇതുവരെയും പാട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സോങ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോങ് ചെയ്തു. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്, വിനായക് ശശികുമാറാണ് ചെയ്തേക്കണേ.
നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ വിനായക് നന്നായിട്ട് ബാൻഡ് നമ്മുടെ ബാൻഡ് എല്ലാരും ചേർന്ന് ഫുൾ പാട്ട് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്തു. നമ്മുടെ വയനാടിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് ഞങ്ങളുടെ ഷൂട്ടിന്റെ ഒരാഴ്ച മുമ്പേ ആയിരുന്നു നടന്നത്. അതിനായിട്ടൊരു നമുക്ക് തോന്നിയില്ല പോയി ഷൂട്ട് ചെയ്യാൻ, കാരണം അത് ഫുൾ അങ്ങനെ ഷൂട്ട് ചെയ്താലേ ആ പാട്ടിന്റെ രസം, ഫുൾ ബഹളമാണത്. അങ്ങനത്തെയാണ് ആ ഒരു എന്താ പറയണേ, ഒരു സെലിബ്രേഷൻ ആണ് ആ പാട്ട്. നമുക്ക് പറ്റുന്നില്ല, മനസ്സ് തരുന്നില്ല അത് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഹോൾഡിലിട്ടു.